Hello everyone, good evening. Welcome back. Okay, Anil. Good evening, ma'am. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറുന്നുണ്ട് കേട്ടോ. സൗണ്ടിന് എന്തോ പ്രശ്നം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണോ കേൾക്കുന്നത്? ഓക്കെ ആണല്ലോ. അതെ, എന്റെ സിസ്റ്റത്തിന്റെ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്കിനി ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ അല്ലേ നോക്കാനുള്ളത്? അതുവരെ പറഞ്ഞതല്ലേ? ഡിസോർഗനൈസ്ഡ് അഫക്റ്റ് ആൻഡ് ബിഹേവിയർ ഒക്കെ പറഞ്ഞതാണ് അല്ലേ? ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ. 1 മിനിറ്റ് കേട്ടോ. ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ. പാരനോയിഡ് സ്കീസോഫ്രീനിയ കേട്ടോ ആദ്യത്തെ. The clinical picture is dominated by presence of delusions and or hallucinations. പാരനോയിഡ് സ്കീസോഫ്രീനിയയിലെ ഡെലൂഷനും പിന്നെ അതുപോലെ തന്നെ ഹാലൂസിനേഷൻസും ഉണ്ടായിരിക്കും. അഡീഷണലി ഡിസോർഗനൈസ്ഡ് സ്പീച്ച് അഫക്ട് കാറ്ററ്റോണിയ ഓർ ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ഈസ് നോട്ട് പ്രൊമിനന്റ് ഇൻ ദ ക്ലിനിക്കൽ പ്രസന്റേഷൻ. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊന്നും വലിയ പ്രൊമിനന്റ് അല്ല. അതായത് ഈ ഒരു ഡിസോർഗനൈസ്ഡ് സ്പീച്ച് പിന്നെ അതുപോലെ തന്നെ ഡിസോർഗനൈസ്ഡ് അഫക്റ്റ് ബിഹേവിയർ കാറ്ററ്റോണിയ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണില്ല. പക്ഷെ എന്തുണ്ടായിരിക്കും? ഡെലൂഷൻസും പിന്നെ അതുപോലെ തന്നെ ഹാലൂസിനേഷനും ഉണ്ടായിരിക്കും. യൂഷ്വലി ദ പേഴ്സൺ ഈസ് പ്ലേഗ്ഡ് വിത്ത് പെർസിക്യൂട്ടറി ഡെലൂഷൻസ് ദാറ്റ് ആർ മോസ്റ്റ് കോമൺ. അതിലുള്ളത് ഏതാണ് കൂടുതലായിട്ട് കാണുന്നത്? പെർസിക്യൂട്ടറി ഡെലൂഷൻ ആണ്. എന്തായിരുന്നു പെർസിക്യൂട്ടറി ഡെലൂഷൻ? ഓർമ്മയുണ്ടോ? പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്നാരോ കൊല്ലാൻ വരുന്നു, എന്നാരോ എന്നാരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, ആളെന്നെ ഗൂഢാലോചന ചെയ്യാണ്, എന്നെ കൊല്ലാനുള്ള കാര്യങ്ങൾക്ക് എന്നെ കത്തി കയ്യിലുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പെർസിക്യൂട്ടറി ഡെലൂഷൻസ്. ദാറ്റ് ആർ മോസ്റ്റ് കോമൺ. ദ പേഴ്സൺ മേ ബിക്കം സസ്പീഷ്യസ് ഓഫ് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് relatives. Delusion of grandeur also common, wherein a patient might claim to be the world's greatest thinker, artist, researcher who has cure for cancer, AIDS, be some prominent person. ഇനി ഗ്രാൻഡിയോസിറ്റി ഉണ്ടായിരിക്കും. ഗ്രാൻഡിയോസിറ്റി എന്താ? ഗ്രാൻഡിയർ ഡെലൂഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ? വലിയ വലിയ ആളാണ്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഫ്രണ്ട് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ റിസർച്ചർ ഹു ഹാസ് ക്യൂർ ഫോർ ക്യാൻസർ, എയ്ഡ്സ്, ബി സം പ്രൊമിനന്റ് പേഴ്സൺ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വലിയ വലിയ കാര്യങ്ങൾ, എനിക്ക് വലിയ അസുഖമുണ്ട്, ഞാൻ അങ്ങോട്ട് പോയതാണ് ഇങ്ങോട്ട് പോയതാണ്, അങ്ങനെയുള്ളതൊക്കെ എന്താണ്? ഗ്രാൻഡിയർ ഡെലൂഷൻ ആണ്, ഗ്രാൻഡിയോസിറ്റി. ഇതൊക്കെ എന്തിൽ കാണാം? പാരനോയിഡ് സ്കീസോഫ്രീനിയയില് കാണാം. ഇനി അടുത്തത് ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ. പേരിൽ തന്നെ ഉണ്ട്, ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച്, ബിഹേവിയർ, എഫക്റ്റ് ഒക്കെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ. ഇൻ ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ പ്രൊമിനന്റ്: ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, ഫ്ലാറ്റ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് എഫക്ട്. However, the criteria for catatonia is not met. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കാറ്ററ്റോണിയ എന്നുള്ള സംഭവം അതിൽ ഉണ്ടായിരിക്കില്ല. ആ ഒരു ക്രൈറ്റീരിയ പറയുന്നില്ല. അതായത് ആ കാറ്ററ്റോണിയ അങ്ങനെ ആ ഒരു പോസ്റ്ററിൽ ഇരിക്കുക അത് ഉണ്ടായിരിക്കില്ല. Disorganized schizophrenia was initially called hebephrenia. അതിനെ ആദ്യം വിളിച്ചിരുന്നത് hebephrenia എന്നായിരുന്നു. hebephrenia. The person is likely to have a history of odd or eccentric behavior. Early signs include seclusion, daydreaming, and odd religious and philosophical issues. ഇനി ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയനെ ആദ്യം വിളിച്ചത് എന്താണ്? ഹെബിഫ്രീനിയ എന്നായിരുന്നു. പേഴ്സണ് കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു എക്സെൻട്രിക് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഓഡ് ബിഹേവിയർ, മൊത്തത്തില് എല്ലാവരിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരു ബിഹേവിയർ. ഏർലി സൈൻസ് ഓഫ് ഇൻക്ലൂഡ് സെക്ലൂഷൻ, ഡേ ഡ്രീമിങ്, ഓഡ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ഇഷ്യൂസ്. ഇതൊക്കെ ഈ ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ ഉള്ള ആളുകളിൽ പൊതുവായിട്ട് കാണുന്നതാണ്. ഇനി അടുത്തത് gradually the person becomes more reclusive and preoccupied with the fantasies. As the illness progresses, the person may become emotionally indifferent or infantile. പതുക്കെ പതുക്കെ പിന്നെ അത് മാറും. reclusive and preoccupied with the fantasies.
കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയില്ലേ, അങ്ങനെ അസുഖം കൂടും തോറും ദ പേഴ്സൺ മേ ബിക്കം ഇമോഷണലി ഇൻഡിഫറെന്റ് ഓർ ഇൻഫെർട്ടൈൽ. അങ്ങനെ കൂടെ വരും തോറും ഇമോഷൻസ് ഒക്കെ ആകെ മാറും. ചിലപ്പോ പെട്ടെന്ന് കരയും, ചിലപ്പോ പെട്ടെന്ന് ചിരിച്ചു എന്ന് വരാം. അങ്ങനെയൊക്കെ പല ഇമോഷണലി അല്ലെങ്കിൽ ബിഹേവിയറിൽ തന്നെ പല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. For instance, the speech will become unclear, may include baby talk, childlike giggling or clang associations. ഇനി സംസാരത്തിൽ മാറ്റങ്ങൾ വരും. കുട്ടികളെ പോലെ സംസാരിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ചൈൽഡ് ലൈക്ക്, കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്ന പോലെയൊക്കെ ആക്കുക. പിന്നെ ക്ലാങ് അസോസിയേഷൻസ്, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, സോറി ഞാൻ പറഞ്ഞതായിരുന്നു, ക്ലാങ് അസോസിയേഷൻസ്. ഒരേ വേർഡ്സ് ഉള്ളതൊക്കെ പറയുക, ഒരേ സിമിലാരിറ്റി ഉള്ള വേർഡ്സുകൾ ഇങ്ങനെ ഒരു ബന്ധമില്ലാതെ വിളിച്ചു പറയുക. ഇറ്റ് ഈസ് കോമൺ ടു ഫൈൻഡ് സില്ലി സ്മൈൽ ഓർ അൺപ്രൊവോക്ഡ് ലാഫ്റ്റർ. കോമൺ ആയിരിക്കും ഭയങ്കര സില്ലി സ്മൈലുകൾ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചിരിക്കില്ലേ, ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ വെറുതെ ചിരിച്ചിരിക്കുക, ഇതൊക്കെ കോമൺ ആയിരിക്കും. ബിഹേവിയർ വിൽ ബി ബിസൈർ വിത്ത് ഓഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മട്ടറിംഗ് ടു വൺ സെൽഫ് വിത്ത് സഡൻ ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ ലോഫ്റ്റർ ഓർ വീപ്പിംഗ്. കാരണം ബിഹേവിയറിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒറ്റപ്പെട്ട അങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ആരും കാണിക്കാത്ത തരത്തിലുള്ള നമ്മൾ കോപ്രായങ്ങൾ കാണിക്കുക എന്ന് പറയില്ലേ, അതൊക്കെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ സഡൻ ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ ലോഫ്റ്റർ ഓർ വീപ്പിംഗ്, ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോൾ കരച്ചിൽ വരിക, കരയുമ്പോൾ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും, ദേഷ്യം വരും. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഓഡ് ബിഹേവിയേഴ്സ് കാണിക്കും. ഇതൊക്കെയാണ് എന്ത് ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയയിൽ ഉള്ളത്. ഇപ്പൊ 2 പറഞ്ഞു, പാരനോയിഡ്, ഡിസോർഗനൈസ്ഡ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. In catatonic schizophrenia, motor disturbances, rigidity, agitation or odd mannerism are predominant. Catatonic schizophrenia ആണ്. അപ്പൊ അവിടെ കൂടുതലും മോട്ടോർ ഡിസ്റ്റർബൻസസ് ആണ്. നമ്മൾ പറഞ്ഞു കാറ്ററ്റോണിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതേ ഇരിക്കുന്നത് കണ്ടോ, നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരുത്തി കഴിഞ്ഞാൽ അതേപോലെ മണിക്കൂറുകളോളം ഇരിക്കും. ആ ഒരു പൊസിഷൻ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അതാണ് കൂടുതലായിട്ട്. അപ്പൊ മോട്ടോർ ഡിസ്ഫങ്ഷൻസ് ആണ് കൂടുതലായിട്ട് കാണാം. They are likely to display waxy flexibility or maintain limb and body positions for a long duration of time and on other occasions engage in excessive activity. കണ്ടോ, waxy flexibility ആയിരിക്കും. പിന്നെ അത് നമുക്ക് പിടിക്കാൻ പറ്റാത്ത തരത്തിൽ കൈയൊക്കെ അവര് പിടിക്കും, തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ അവർ പിടിക്കും. പിന്നെ അതേപോലെ തന്നെ ലിംബ് ആൻഡ് ബോഡി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക കുറെ സമയത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ അതർ ഒക്കേഷൻസ് എൻഗേജ് ഇൻ എക്സസീവ് ആക്ടിവിറ്റി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. And mutism, word repetition, echolalia, and movement imitation, echopraxia may be displayed. The patient may display odd mannerism include grimacing. ഇപ്പൊ മ്യൂട്ടിസം, സംസാരിക്കാതിരിക്കുക, ഇക്കോലാലിയ, അതായത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വേർഡ്സുകൾ പറയുക, മൂവ്മെന്റ് ഇമിറ്റേഷൻ, ഒരാൾ കാണിച്ചത് തന്നെ ചെയ്യാനായിട്ട് നോക്കും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കൈപൊക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യും. മേ ബി ഡിസ്പ്ലേ, ദ പേഷ്യന്റ് മേ ഡിസ്പ്ലേ ഓഡ് മാനറിസം ഇൻക്ലൂഡ് ഗ്രിമാസിംഗ്. ഇനി അപ്പൊ ഇത്രയും ഓക്കെ ആണോ? കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ ഒക്കെ 3 പറഞ്ഞു. അടുത്തത് undifferentiated type. People would not neatly fit into any of the above 3 types of schizophrenia would be included under this category. കണ്ട, ഈ 3 പറയാത്ത തരത്തിലുള്ള ഒരു സിംറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ സ്കിസോഫ്രീനിയ ആണ്. ഡെലൂഷനും ഹാലൂസിനേഷനും ഒക്കെ ഉണ്ട്. ബാക്കി ഈ ഒരു ഡിസോർഗനൈസ്ഡിലോ അല്ലെങ്കിൽ കാറ്ററ്റോണിക്കിലോ ഒന്നുമില്ല, അതിലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഒന്നും വരാത്ത ആൾക്കാരെ നമുക്ക് ഏതിലിടാം? അൺഡിഫറൻഷിയേറ്റഡ് ടൈപ്പിലിടാം. ഇനി റെസിഡ്യുവൽ ടൈപ്പ് ഉണ്ട്. People who have had at least 1 episode of schizophrenia but may not any longer have major symptoms were diagnosed with the residual type of schizophrenia. ഒറ്റവട്ടം മാത്രം സ്കിസോഫ്രീനിയയുടെ ഒരു എപ്പിസോഡ് കാണിച്ചു, ഒറ്റവട്ടം മാത്രം, അറ്റ്ലീസ്റ്റ് 1 എപ്പിസോഡ്. അതായത് ചിലപ്പോൾ ഡെലൂഷനോ ഹാലൂസിനേഷനോ ഒക്കെ ആയിരിക്കാം, കൂടുതലായിട്ടും അതാണല്ലോ കാണുന്നത്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആയിരിക്കാം, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങള് കുറച്ച് നേരത്തേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്കോ അങ്ങനെ ഒന്നല്ല, ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, ഒരാഴ്ച കണ്ടിന്യൂസ് ഒക്കെ ആയിട്ടായിരിക്കാം എപ്പിസോഡ് കാണിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അത്തരത്തിലൊരു എപ്പിസോഡ് മാത്രം കാണിച്ചു കഴിഞ്ഞാല് എന്നാലോ ബട്ട് മേ നോട്ട് എനി ലോങ്ങർ ഹാവ് മേജർ സിംറ്റംസ്, വലിയ തരത്തിലുള്ള മേജർ സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പായിട്ട് പറയാം? റെസിഡ്യുവൽ ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറയാം.
They may show residual or leftover symptoms such as unusual ideas that are not fully delusional. കണ്ടോ, ഇവിടെ fully delusional അല്ല. ഡെലൂഷൻസിന് നമുക്ക് കുറച്ച് കാറ്റഗറി ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ്യൂസ്, പെർസിക്യൂട്ടറി, റെഫറൻസ്, ഐഡിയ ഓഫ് റെഫറൻസ്, അങ്ങനത്തെ ഒക്കെ ഡെലൂഷൻസ് ഉണ്ട്. അതൊന്നും അങ്ങനെ ഫുള്ളി ഒരു ഡെലൂഷണൽ അല്ലാത്ത എന്നാലും കുറച്ച് സിംറ്റംസ്, അൺയൂഷ്വൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ഷോ സോഷ്യൽ വിഡ്രോവൽ, ഫ്ലാറ്റ് എഫക്ട്, ഇനാക്ടിവിറ്റി ആൻഡ് ഓഡ് തോട്ട്സ്. കണ്ടോ, ഒന്നിലൊന്നിലും ഫുള്ളായിട്ട് മുട്ടിക്കാതെ വരുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതിൽ കൊണ്ടുപോയിടാം? റെസിജ്വല് കൊണ്ടുപോയിടാം. ഫുള്ളി ഡെലൂഷണൽ അല്ല, എന്നാൽ സോഷ്യൽ വിഡ്രോവൽ കാണിക്കുന്നുണ്ട്, ചില സമയത്തൊക്കെ സോഷ്യൽ വിഡ്രോവൽ കാണിക്കുന്നുണ്ട്, ഫ്ലാറ്റ് എഫക്ട് ഉണ്ട്, ഇനാക്ടിവിറ്റി ഉണ്ട്, ഓഡ് തോട്ട്സ് ഉണ്ട്. കേട്ടോ, ഇതൊക്കെ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് തീണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? റെസിജ്വൽ സ്കീസോഫ്രീനിയ എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പൊ 5 ടൈപ്പ് വരുന്നുണ്ട്. 3 ശരിക്കും ക്രൈറ്റീരിയ വെച്ച് പറയുന്നുണ്ട്. ഏതാണ്? പാരനോയിഡില് ഹാലൂസിനേഷനും ഡെലൂഷനും മാത്രമേ ഉള്ളൂ. ഡിസോർഗനൈസ്ഡിൽ എങ്ങനെയാണ്? ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, പിന്നെ ബിഹേവിയർ, എഫക്റ്റർ ഒക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ കാറ്ററ്റോണിയ അതിൽ പറയുന്നില്ല. കാറ്ററ്റോണിക്കലും വെറും എന്താണ്? കാറ്ററ്റോണിയ മാത്രമേ പറയുന്നുള്ളൂ, അതായത് മോട്ടോ ഡിസ്റ്റർബൻസസ്. അൺഡിഫറൻഷിയേറ്റഡ്, ഈ 3 പെടാത്ത ഒരു ടൈപ്പാണ് എന്ത്? അൺഡിഫറൻഷിയേറ്റഡ്. ലാസ്റ്റ് 5 എന്നുള്ളത് റെസിജ്വൽ ടൈപ്പ്, അതായത് അറ്റ്ലീസ്റ്റ് 1 എപ്പിസോഡ്. പിന്നെ അതുപോലെ തന്നെ ഡെലൂഷണൽ അല്ലാത്ത അൺയൂഷ്വൽ ഐഡിയാസ്, സോഷ്യൽ വിഡ്രോവല്, ഫ്ലാറ്റ് എഫക്ട്, ഇനാക്ടിവിറ്റി, ഓഡ് തോട്ട്സ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ റെസിജ്വൽ ടൈപ്പാണ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് അണ്ടർലൈങ് സ്കീസോഫ്രീനിയ. ഇനി നമുക്ക് കോസൽ ഫാക്ടേഴ്സ് ആണ് വരുന്നതാണ്. അപ്പൊ നമുക്ക് സ്കീസോഫ്രീനിയ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് എഴുതണം? കോസൽ ഫാക്ടേഴ്സ് എഴുതണം. ഏത് ഡിസോർഡർ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ കോസൽ ഫാക്ടേഴ്സ് എഴുതണം. ട്രീറ്റ്മെന്റും വരയ്ക്കും എഴുതണം. ഓക്കെ, ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും ചോദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ എക്സ്പ്ലെയിൻ സ്കീസോഫ്രീനിയ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? കോസൽ ഫാക്ടേഴ്സ് എഴുതണം, ട്രീറ്റ്മെന്റ് മെത്തേഡ് ഒക്കെ എഴുതേണ്ടി വരും, എന്നാലേ മാർക്ക് വീഴുള്ളൂ. അത് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല കോസൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്നൊക്കെ എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ അപ്പോഴും ചിന്തിക്കണം, എന്ത് വേണം? ഡിസോർഡർ പറയുമ്പോൾ ഏത്, ഇനി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ, ഡിസോർഡർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോസൽ ഫാക്ടേഴ്സ്, അതായത് അതിന്റെ എത്തിയോളജി, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്, ഇതെല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് അണ്ടർലൈങ് സ്കീസോഫ്രീനിയ. അല്ല, ആദ്യത്തെയാണ് ജനറ്റിക് ഇൻഫ്ലുവൻസ്. ഓവറോൾ സ്റ്റഡി സജസ്റ്റ് ദാറ്റ് സ്കീസോഫ്രീനിയ ഇസ് പോളിജെനിക് ഇൻ നേച്ചർ. That is, there is no one gene responsible for schizophrenia. കണ്ടോ, പോളിജീനിക് ആണ്, അതായത് ഒരു ജീൻ കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പടർന്നു പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് ഓഫ് ജീൻസ് ദാറ്റ് പ്രൊഡ്യൂസ് വൾണറബിലിറ്റി ഫോർ സ്കീസോഫ്രീനിയ. കണ്ടോ, ഒരു ജീൻ മാത്രമല്ല, ഒരുപാട് ജീനുകളുടെ ഒരു കോമ്പിനേഷൻ അവിടെ വൾണറബിൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്ത്? സ്കീസോഫ്രീനിയ വരുന്നത്. അല്ലാതെ ഒരൊറ്റ ജീനാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൽ കുറച്ച് സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ജനറ്റിക് ഇൻഫ്ലുവൻസ് പറയാനായിട്ടുള്ളത്. ആദ്യത്തെയാണ് ഫാമിലി സ്റ്റഡി, അതായത് കുടുംബങ്ങളിൽ എങ്ങനെയാണ് സ്കീസോഫ്രീനിയ സ്പ്രെഡ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിങ്ങനെ കൈമാറി വരുന്നത് എന്നുള്ളത്. അപ്പൊ ഫാമിലി സ്റ്റഡീസ് ആണ് ആദ്യത്തെ. സ്റ്റഡീസ് ഹാവ് എക്സാമിൻഡ് ഫാമിലീസ് ഹു ഹാവ് മെമ്പേഴ്സ് വിത്ത് സ്കീസോഫ്രീനിയ ആൻഡ് ഫൗണ്ട് ദാറ്റ് സിവിയറിറ്റി ഓഫ് പാരന്റ്സ് ഡിസോർഡർ ഇൻഫ്ലുവൻസ് ദ ലൈക്ലിഹുഡ് ഓഫ് ചൈൽഡ് ഡെവലപ്പിംഗ് സ്കീസോഫ്രീനിയ. കേട്ടോ, പാരന്റ്സിന് ഈ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ കുട്ടികളെ അതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സ്കീസോഫ്രീനിയ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ വൾണറബിൾ ആയിരിക്കും. സ്വാഭാവികമായിട്ടും പാരന്റ്സിന് ഉണ്ടെങ്കിൽ കുട്ടികളിലെ ജീനിന് എന്തുണ്ടായിരിക്കും? ഈ ഒരു സ്കീസോഫ്രീനിയ വരാൻ തക്ക വിധം വൾണറബിൾ ആയിരിക്കും. അതാണ് ഫാമിലി സ്റ്റഡീസിൽ കണ്ടെത്തിയത്. ഇനി ട്വിൻ സ്റ്റഡീസ്. Studies of twins with schizophrenia conclude that if one of identical twins has schizophrenia, then 48% of the times the other twin has also has schizophrenia. ട്വിൻ സ്റ്റഡീസ്, ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഒരേപോലത്തെ ട്വിൻസ്. അപ്പൊ അതിൽ ഒരാൾക്ക് സ്കീസോഫ്രീനിയ ഉണ്ടെങ്കിൽ 48% ഉറപ്പിക്കാം എന്ത്? മറ്റാൾക്കും സ്കീസോഫ്രീനിയ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. 48% അതില് എന്ത് കണ്ടിട്ടുണ്ട്? ഈ ഒരു സ്റ്റഡിയിൽ അവര് ഈ ഒരു അസുഖം വരുന്നതായിട്ട് അല്ലെങ്കിൽ ഡിസോർഡർ പാസ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഹവർ ഇൻ നോൺ ഐഡന്റിക്കൽ ട്വിൻസ്, ഇനി നോൺ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ ദ റേറ്റ് ഈസ് 70%, കുറച്ചു കുറഞ്ഞു. 17% മാത്രമേ സാധ്യത പറയുന്നുള്ളൂ. ദി സ്റ്റഡി ഷോ ദാറ്റ് ജീൻസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ കോസിംഗ് സ്കീസോഫ്രീനിയ. അപ്പൊ ഈ 2 സ്റ്റഡീസിനും, ഫാമിലി സ്റ്റഡീസിനും ട്വിൻ സ്റ്റഡീസിനും എന്ത് കിട്ടി? ജീനിന് ഇതിലൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ ആണോ? അപ്പൊ 2 സ്റ്റഡീസും ജീനിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചത് ഓക്കെ അല്ലേ?
ഓക്കെ, ഇനി adoption study. Adoption studies that help in truly distinguishing between the roles of the environment and genetics. ഇവിടെ എന്താണ് എൻവയറമെന്റും ജെനറ്റിക്സും തമ്മിലുള്ള റോളിനെ പറ്റിയിട്ടാണ് അവിടെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തത്. ഈ ഒരു സ്കീസോഫ്രീനിയ ഉള്ള ഒരാളുടെ അടുത്ത് ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ ഒരു എൻവയറമെന്റിന്റെ ജെനറ്റിക്സിന്റെ റോൾ അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് നോക്കിയത്. Adoption studies suggest that concordance rate is higher between biological relatives and not adoptive relations of people who go on to develop schizophrenia. Biological relatives in the ഇടയിലാണെന്നുണ്ടെങ്കിൽ എന്തിട്ട് കോൺകോർഡൻസ് റേറ്റ് കൂടുതലായിരുന്നു, അതായത് വരാനുള്ള ഒരു സാധ്യത കൂടുതൽ. നേരത്തെ 48%, 70% എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ബയോളജിക്കൽ റിലേറ്റീവ്സ് ആണ് എന്നുണ്ടെങ്കിൽ സാധ്യത കൂടുതലായിരുന്നു. ആൻഡ് നോട്ട് അഡോപ്റ്റീവ് റിലേഷൻസ് of people who go on to develop schizophrenia. പക്ഷെ എന്തുണ്ടായിരുന്നില്ല, അഡോപ്റ്റീവ് റിലേഷൻസിൽ അതുണ്ടായിരുന്നില്ല. അഡോപ്റ്റീവ് പാരന്റ്സിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. ഇല്ല എന്നല്ല പറയുന്നത്, കൂടുതൽ എവിടെയായിരുന്നു, ബയോളജിക്കൽ റിലേറ്റീവ്സ് അല്ലായിരുന്നു, അഡോപ്റ്റീവ് റിലേഷൻസിൽ എന്തായിരുന്നു, കുറവായിരുന്നു. മനസ്സിലായോ? അഡോപ്ഷൻ സ്റ്റഡീസ് അത്ര എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ഓക്കെ അല്ലേ? ഇനി അടുത്തത് മോളിക്കുലാർ ജെനറ്റിക്സ്. റിസർച്ച് സജസ്റ്റ് ദാറ്റ് ജെനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഇൻഡിവിജ്വൽ മേക്സ് ഹെർ ഓർ ഹിം vulnerable to schizophrenia, spectrum disorders and not just schizophrenia in particular. ഈ റിസർച്ചുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജെനറ്റിക് മേക്കപ്പ്, അതായത് ജീൻസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മാറി മാറി വരല്ലേ, ഈ ഒരു ജീൻ വെച്ചിട്ട് സ്കീസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡറിനാണ് വൾണറബിൾ. അതായത് ഇപ്പൊ പാരന്റിന് സ്കീസോഫ്രീനിയ ഉണ്ട്, ഇപ്പൊ ഒരു അച്ഛന് സ്കീസോഫ്രീനിയ ഉണ്ടെന്ന് വിചാരിക്കാം. ആൾക്ക് ചിലപ്പോൾ ഹാലൂസിനേഷനും ഡെലൂഷനും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് കുട്ടികളിലോട്ട് എത്തുമ്പോൾ ഈ പറയുന്ന ഹാലൂസിനേഷനും ഡെലൂഷനും ഉണ്ടാവില്ല. ചിലപ്പോൾ ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് മോർ വൾണറബിൾ ടു സ്കീസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരാൾക്ക് കാണുന്ന ഡിസോർഡർ തന്നെ മറ്റാൾക്ക് വരണമെന്നില്ല. നോട്ട് ജസ്റ്റ് സ്കീസോഫ്രീനിയ ഇൻ പർട്ടിക്കുലർ. അപ്പൊ പർട്ടിക്കുലർ സ്കീസോഫ്രീനിയ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്കീസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡറിനാണ് വൾണറബിൾ ആയിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഈസ് നോ വൺ ജീൻ ഫോർ സ്കീസോഫ്രീനിയ. Rather, several genes working in combination lead to vulnerability to the schizophrenia spectrum and other psychotic disorders. കണ്ടപ്പോ ഒരു ജീന് മാത്രമായിട്ടില്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഒരു കോമ്പിനേഷൻ ആണ്, ജീനുകളുടെ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്തിട്ടാണ് അവിടെ എന്ത് ഒരു വൾണറബിലിറ്റി വരുന്നത്. അപ്പൊ ആ വൾണറബിലിറ്റി വരുമ്പോ എന്താണ്, ഒരു പെർട്ടിക്കുലർ സ്കീസോഫ്രീനിയ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു സ്പെക്ട്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്ക് ഉണ്ടായ ഡിസോർഡർ അല്ലെങ്കിൽ സിംറ്റംസ് തന്നെ മറ്റാൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ജനറേഷൻ ഇങ്ങനെ പോകും തോറും അതിൽ മാറ്റങ്ങൾ വരും. അപ്പൊ അല്ലെങ്കിൽ മറ്റുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സിലോട്ട് അത് ലീഡ് ചെയ്യും. ഓക്കെ ആണ്. ഇപ്പോ ഫാമിലി സ്റ്റഡീസ് അല്ല ജനറ്റിക് ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ഫാമിലി സ്റ്റഡീസ്, ട്വിൻ സ്റ്റഡീസ്, അഡോപ്ഷൻ സ്റ്റഡി, മോളിക്കുലാർ ജെനറ്റിക്സ്, ഈ 4 ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അടുത്തത് പറയട്ടെ. അപ്പൊ ഓക്കെ, ശോഭന മാം, ഗിരീഷ് സാർ ഓക്കെ അല്ലേ? താങ്ക് യു. അടുത്തത് പ്രീനേറ്റൽ എക്സ്പോഷർ. അപ്പൊ പ്രീനേറ്റൽ എന്ന് പറയുമ്പോ എന്താ, നമുക്ക് ഡെലിവറിക്ക് മുന്നേ അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ ഉള്ള പ്രീനേറ്റൽ എക്സ്പോഷർ. Whether or not a genotype is expressed or not depends on biological and environmental triggers. Genes are triggered on and off because of prenatal exposures. അപ്പൊ കണ്ടോ, ബയോളജിക്കൽ എൻവയറമെന്റൽ ട്രിഗേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ജീൻ ട്രിഗർ ആവുന്നത് എപ്പോഴാണ്? പ്രീനേറ്റൽ എക്സ്പോഷർ, അതായത് ആ ഒരു ടൈമിലും ഈ ജീനുകൾ ട്രിഗർ ആവുന്നുണ്ട്. അല്ലാതെ ഡെലിവറിക്ക് ശേഷമാണ്, അതും കഴിഞ്ഞ് എൻവയറമെന്റൽ ട്രിഗറിങ് കൊണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓൾസോ എന്തും കൂടെ ഉണ്ട്, പ്രീനേറ്റൽ എക്സ്പോഷറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അതിൽ ആദ്യത്തെയാണ് വൈറൽ ഇൻഫെക്ഷൻ. Viral infections can have been suggested to play a key role in development of schizophrenia. In Northern Hemisphere, more people with schizophrenia are born between January and March than would be expected by chance
സജസ്റ്റിംഗ് ദ റോൾ ഓഫ് എ സീസണൽ ഇൻഫെക്ഷൻ. കേട്ടോ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനുവരി മാർച്ചിലൊക്കെ ജനിച്ചവർക്ക് അല്ല സ്കീസോഫ്രീനിയ ഉള്ള ആൾക്കാരെ നോക്കിയപ്പോ അവർ കൂടുതലും ജനുവരി മാർച്ചിലൊക്കെ ജനിച്ച കുട്ടികളാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെ ഒരു സീസണൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് എന്താണ് ഈ ഒരു സ്കീസോഫ്രീനിയ വരാനുള്ള സാധ്യതകൾ കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റിസർച്ച് നടത്തിയപ്പോൾ അവിടെ കണ്ടെത്തിയത്. Risk of schizophrenia increases if the mother gets the flu in the 4th to 7th month of gestation. 4 മുതൽ 7 മാസം വരെയുള്ള പ്രഗ്നൻസി ടൈമിലെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസോ വൈറൽ ഫീവർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഒരു സ്കീസോഫ്രീനിയ വരാനുള്ള സാധ്യത കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതാണ് വൈറൽ ഇൻഫെക്ഷൻസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് റീസസ് ഇൻകോമ്പാറ്റബിലിറ്റി. റീസസ് അതായത് RH ഇൻകോമ്പാറ്റബിലിറ്റി ഒക്കേഴ്സ് വെൻ NRH നെഗറ്റീവ് മദർ കാരീസ് NRH പോസിറ്റീവ് ഫീറ്റസ്. അത് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് അല്ലെ, സ്കൂളുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. RH നെഗറ്റീവ് മദർ RH പോസിറ്റീവ് ഫീറ്റസ് ആണ് ക്യാരി ചെയ്യുന്നത് വെച്ചെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് വരും, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്നും കൂടെ പറയുന്നുണ്ട്, സ്കീസോഫ്രീനിയയും കൂടെ സാധ്യത പറയുന്നുണ്ട്. ഇനി അടുത്തത് പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻസ്. The probability of patients with schizophrenia with a history of complicated pregnancy or birth complication, for example, breech delivery, prolonged labor, or the umbilical cord around the baby's neck is high. ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്രീച്ച് ഡെലിവറി പറയുമ്പോൾ ഇത് പ്ലാസന്റെ മേലെയായിട്ടുള്ള ഡെലിവറി ആണെന്ന് തോന്നുന്നുണ്ട് ബ്രീച്ച് ഡെലിവറി. പിന്നെ പ്രൊലോങ്ഡ് ലേബർ, ഒരുപാട് ടൈം എടുത്തിട്ട് പ്രസവിക്കുക. പിന്നെ അതുപോലെ തന്നെ അംബിലിക്കൽ കോഡ് അറൗണ്ട് ദ ബേബീസ് നെക്ക്, കഴുത്തിലൊക്കെ ഈ കുടല് ചുറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ബർത്ത് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഇതൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ഇതൊരു സാധ്യതയാണ്. പിന്നെ അടുത്തത് early nutritional deficiency and maternal stress. General malnourishment is linked to abnormal brain development. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ എല്ലാത്തിലും പഠിച്ചിട്ടുണ്ട് അല്ലെ, ഏത് ഡിസോർഡറും പഠിക്കുകയാണെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒരു റീസൺ ആണ്. അപ്പൊ കിട്ടേണ്ട സമയത്ത് ആ ഒരു ന്യൂട്രീഷൻസും പ്രോട്ടീൻസും ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊരു കാരണമായിട്ട് വരാം. അപ്പൊ ഇവിടെ എന്തുണ്ട്, അബ്നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. കൃത്യമായിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താണ്, നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നില്ല. സിമിലർലി മെറ്റേണൽ സ്ട്രെസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ or pregnancy and early in second trimester has also been linked to increased risk of schizophrenia. ഇതൊക്കെയാണ് പറയുന്നത് മെറ്റേണൽ സ്ട്രെസ്. അതായത് ഇപ്പൊ അമ്മമാർക്ക് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ അല്ലെങ്കിൽ ഏർലി ഇൻ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ അതായത് 4 മുതൽ 6 മാസം വരെയുള്ളതിന്റെ ആദ്യത്തെ ഘട്ടങ്ങളിൽ, ഇപ്പൊ അതായത് 4 മാസം വരെയൊക്കെ ആ ടൈമിലൊക്കെ ഒരു സ്ട്രെസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കുട്ടികൾക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്, സ്കീസോഫ്രീനിയ വരാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ ഈ ഒരു സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന പോലെ പ്രഗ്നൻസി ടൈമിൽ അമ്മമാര് വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും സത്യമാണ്. നമ്മളത് ആരും ചിലരൊന്നും അത് കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ ആ സമയത്ത് ഒരു ചെറിയ വിഷമം ഉണ്ടായാൽ പോലും ബാധിക്കുന്നത് കുട്ടികളെയാണ് അല്ലെ. അപ്പൊ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അസുഖമൊക്കെ ഇത് പെട്ടെന്ന് ചിലപ്പോൾ കാണില്ല അല്ലെ. കുട്ടികൾ ജനിച്ച വഴിക്ക് ഇപ്പൊ ഈ അസുഖങ്ങളൊന്നും ആരും ഡയഗ്നോസ് ചെയ്യുന്നില്ല. വളർന്നിങ്ങനെ ഓരോ ഘട്ടം വരുമ്പോഴത്തേനായിരിക്കും ഇങ്ങനെയുള്ള ഡിസോർഡർ ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോഴും ഇത് ഈ ഒരു പ്രീനേറ്റൽ എക്സ്പോഷർ കൊണ്ടാണെന്നുള്ളത് അപ്പോഴും ആരും മനസ്സിലാക്കില്ല. അപ്പൊ ആ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് അത്ര ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി അടുത്തത് ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ്. Neurodevelopmental factors. According to some researchers, schizophrenia may actually be a neurodevelopmental disorder that stems from brain lesions that occurs very early in development. അപ്പോൾ ചില റിസർച്ചുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കീസോഫ്രീനിയ എന്താണ്, ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് ബ്രെയിനിൽ എന്തെങ്കിലും ലെഷൻസ് ഉണ്ടായി കഴിഞ്ഞാല്, ലെഷൻ മീൻസ് എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ ക്ഷതങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അതൊരു കാരണമാണ്. അത്തരം ആളുകളിൽ സ്കീസോഫ്രീനിയ വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പെർഹാപ്സ് ഈവൻ ബിഫോർ ബർത്ത്. കണ്ടോ, അപ്പൊ ജനിച്ചതിന് ശേഷമല്ല, ജനിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഈ പ്രീനേറ്റൽ പീരീഡിൽ തന്നെ എന്താണ് ഇങ്ങനെ ഒരു വല്ല ലെഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. ദ ബ്രെയിൻ ലെഷൻസ് ലൈ ഡോർമെന്റ് അണ്ടിൽ നോർമൽ മെച്ചുറേഷൻ ഷോസ് പ്രോബ്ലം ഇൻ അഡൽട്ട് ഏജ്. കണ്ടോ, അപ്പൊ ആ ഒരു ലെഷൻ വന്നിട്ടുണ്ടെങ്കിൽ അഡൾട്ട് ഏജ് വരുന്നത് വരെ അത് അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്, അത് അവിടെ ഒളിച്ചിരിക്കുകയാണ്. അഡൾട്ട് ഏജ് എത്തുമ്പോഴാണ് എന്ത് സാധനമൊക്കെ കൂടെ ഒരു ഡിസോർഡർ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ കണ്ടോ, റിസർച്ചുകൾ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്, ലെഷൻ ആണ് ഇതിന്റെ ഒരു കാരണമായിട്ട് അവർ കണ്ടെത്തിയത്. ഏർലി ഡെവലപ്മെന്റിൽ ഇങ്ങനെ ഒരു ലെഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈവൻ ബിഫോർ ബർത്തിന് മുന്നേ ആയിരിക്കാം. അത് അണ്ടിൽ അഡൾട്ട് ഏജ് വരെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ ഒളിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് വെച്ചെങ്കില് അത്രയും കാലഘട്ടം കഴിഞ്ഞിട്ട് അത് വരുമ്പോ ആരെങ്കിലും അറിയോ ഉണ്ടായ ഒരു കാരണം കൊണ്ടാണെന്നുള്ളത് ആരും അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിൽ ആദ്യത്തെയാണ് ന്യൂറോ അനാട്ടമിക്കൽ ഫാക്ടേഴ്സ്. ന്യൂറോ അനാട്ടമിക്കൽ ഡിഫറൻസസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇൻ ബ്രെയിൻസ് ഓഫ് പീപ്പിൾ വിത്ത് സ്കീസോഫ്രീനിയ റിലേറ്റീവ് ടു കൺട്രോൾ ഗ്രൂപ്പ്സ്. അതായത് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിസർച്ചിൽ പഠിച്ചിട്ടുണ്ട്. 2 ഗ്രൂപ്പ് എടുക്കുന്നു. ഒന്ന് എന്താണ്, ഒരു എക്സ്പെരിമെന്റ് നടത്താത്ത ഒരു കൺട്രോൾ ഗ്രൂപ്പ്, ഒന്ന് എക്സ്പെരിമെന്റ് നടത്തിയ ഗ്രൂപ്പ്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. അങ്ങനെ 2 ഗ്രൂപ്പ് ഇട്ട് ആ കൺട്രോൾ ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ന്യൂറോ അനാട്ടമിക്കൽ ഡിഫറൻസസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇൻ ബ്രെയിൻസ് ഓഫ് പീപ്പിൾ വിത്ത് സ്കീസോഫ്രീനിയ റിലേറ്റീവ് ടു കൺട്രോൾ ഗ്രൂപ്പ്. കണ്ടപ്പോ ഈ ഒരു സ്കീസോഫ്രീനിയ ഉള്ള ആളുകളുടെ ബ്രെയിൻ എടുത്ത് നോക്കിയപ്പോ അവിടെ ന്യൂറോ അനാട്ടമിക്കൽ ഡിഫറൻസസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓൾതോ ഇറ്റ് മേ നോട്ട് ബി ഫൗണ്ട് ഇൻ എവരി വൺ വിത്ത് സ്കീസോഫ്രീനിയ. കണ്ടപ്പോ ഇത് എല്ലാവരിലും ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവണമെന്നില്ല, ചില ആളുകളിൽ മാത്രമാണ് ഈ ഒരു ഡിഫറൻസ് ഉള്ളത്. ബട്ട് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് കമ്പയർഡ് വിത്ത് കൺട്രോൾസ് പീപ്പിൾ വിത്ത് സ്കീസോഫ്രീനിയ ഹാവ് എൻലാർജ്ഡ് ബ്രെയിൻ വെൻട്രിക്കിൾസ്. കണ്ടപ്പോൾ എല്ലാവരിലും കണ്ടെത്തിയിട്ടില്ല, പക്ഷെ കൂടുതൽ പേർക്കും എന്തുണ്ട്, ഈ ഒരു ഡിഫറൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ കൺട്രോൾ ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവരുടെ ബ്രെയിൻ വെൻട്രിക്കിൾസ് എൻലാർജ് ചെയ്തിട്ടാണ് കണ്ടെത്തിയത്. ദിസ് എൻലാർജ്മെന്റ് ഓഫ് വെൻട്രിക്കിൾസ് മീൻസ് ദാറ്റ് either the surrounding brain areas have not developed fully or have shrunken. അപ്പൊ ഈ കണ്ടോ, ഈ ഒരു ഭാഗം വലുതായി നിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ ട്വിൻ വിത്ത് സ്കീസോഫ്രീനിയ. ഇതൊരു ഹെൽത്തി ട്വിൻ ആണ്. ഇനി ട്വിൻ വിത്ത് സ്കീസോഫ്രീനിയ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഭാഗം വലുതായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഭാഗം അതിനർത്ഥം എന്താണ്, ഒന്നെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചുരുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ, മറ്റാൾക്ക് വളരാനുള്ള സ്ഥലം അവിടെ അത്രയുണ്ട്. അങ്ങനെ മറ്റാള് ഒന്നെങ്കിൽ ഡെവലപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഷ്രങ്കൻ ചെയ്ത് ഇങ്ങനെ ചുരുങ്ങിയിട്ട് ഒക്കെ നിൽക്കുകയാണ്. അപ്പൊ എന്താ, മറ്റാള് ആ ഒരു സ്ഥലത്തേക്കും കൂടെ അങ്ങനെ വളർന്നു നിൽക്കുക. അപ്പൊ ആ ഒരു എൻലാർജ്മെന്റ് ആണ് അവിടെ കാണിച്ചത്. ഇതാണ് ന്യൂറോ അനാട്ടമിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ അതെന്ത് പറഞ്ഞു, സ്കീസോഫ്രീനിയ ഉള്ള ആളുകളിലെ കൺട്രോൾ ഗ്രൂപ്പിനെ കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ന്യൂറോ അനാട്ടമിക്കൽ ഡിഫറൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവരിലും ഇല്ല, എന്നാൽ ലാർജ് നമ്പർ ഓഫ് സ്റ്റഡീസ് ഇതാണ് പറയുന്നത്. അതായത് ഒരു ബ്രെയിൻ വെൻട്രിക്കിൾസ് എൻലാർജ് ചെയ്തിട്ടാണ് കാണുന്നത്. ഈ എൻലാർജ്മെന്റ് ശരിക്കും എങ്ങനെയാണ്, സറൗണ്ടിങ് ബ്രെയിൻ ഏരിയാസ് ഹാവ് നോട്ട് ഡെവലപ്ഡ് ഫുള്ളി ഓർ ഹാവ് സ്ട്രെങ്ത്. ഓക്കെ ആണോ? ഇനി സ്പെസിഫിക് ബ്രെയിൻ ഏരിയാസ്. Researchers have suggested that the structural problems in brain areas such as temporal lobes, amygdala, hippocampus, and thalamus are present before the onset of schizophrenia, perhaps beginning prenatally. കണ്ടോ, സ്ട്രക്ചറൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്കീസോഫ്രീനിയയുടെ ഓൺസെറ്റിന് മുന്നേ ആയിട്ട് ഈ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പെർഹാപ്സ് ബിഗിനിങ് പ്രീനേറ്റലി. കണ്ടോ, പ്രീനേറ്റലി ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ അത്രയേ ഉള്ളൂ ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സിൽ. ഇനി അടുത്തത്, ഒരുപാട് പറഞ്ഞു പോകുന്നുണ്ടോ, ബുദ്ധിമുട്ടാവുന്നുണ്ടോ? നമ്മൾ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് ആണ്. അതിന് മുന്നേ ടൈപ്സ് 5 വരുന്നുണ്ട്. കോസൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ജനറ്റിക് ഇൻഫ്ലുവൻസ്, പ്രീനേറ്റൽ എക്സ്പോഷർ, ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് 3 ആയിട്ടുള്ളൂ. ഒന്നും കൂടെ പറയാം അല്ലെ. ഇത് ഈ ഒരു ടോപ്പിക് നമുക്ക് എടുത്ത് തീർക്കാം കേട്ടോ. ബാക്കി നമുക്ക് സൈക്കോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് ഓഫ് സ്കീസോഫ്രീനിയ, ഡയാത്തസിസ്, സ്ട്രെസ് മോഡൽ. അപ്പൊ നാളത്തിനെ കൊണ്ട് ഈ ഒരു ഭാഗം കൂടെ തീർക്കാം. ഓക്കെ, അപ്പൊ അടുത്തത് ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്. അതിൽ ആദ്യത്തെയാണ് ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്. മെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്. സ്കീസോഫ്രീനിയ ഈസ് എ റിസൾട്ട് ഓഫ് എക്സസീവ് ഡോപ്പമിൻ ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനില് ഡോപ്പമിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഡോപ്പമിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു
ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതിന്റെ അളവ് എക്സസീവ് ആവുക. എക്സസീവ് ആണെങ്കിൽ സ്കീസോഫ്രീനിയ വരാനുള്ള സാധ്യതയുണ്ട്. ഓവറോൾ സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് ദാറ്റ് ദ ഡോപ്പമിൻ ആന്റഗോണിസ്റ്റ് റെഡ്യൂസ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ ആൻഡ് ഡോപ്പമിൻ അഗോണിസ്റ്റ് ഇൻക്രീസ് സിംറ്റം സ്കീസോഫ്രീനിയ. അത് ഡ്രഗുകളാണ് കേട്ടോ. ഈ ഡോപ്പമിൻ ആന്റഗോണിസ്റ്റ്, ഡോപ്പമിൻ അഗോണിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഡ്രഗ് ആണ്, മരുന്നുകളാണ്. ഈ ഡോപ്പമിൻ ആന്റഗോണിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സ്കീസോഫ്രീനിയയുടെ സിംറ്റംസ് കുറയ്ക്കുന്നുണ്ട്. എന്നാൽ ഡോപ്പമിൻ അഗോണിസ്റ്റുകൾ സ്കീസോഫ്രീനിയയുടെ സിംറ്റം കൂട്ടുന്നുണ്ട്. എവിഡൻസ് സജസ്റ്റ് ദാറ്റ് ദ പീപ്പിൾ വിത്ത് സ്കീസോഫ്രീനിയ ആർ നോട്ട് പ്രൊഡ്യൂസിങ് എക്സസീവ് ഡോപ്പമിൻ ബട്ട് ഇൻ ഫാക്ട് ഹാവ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്. അപ്പൊ റിസർച്ചുകൾ വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു ഡോപ്പമിന്റെ അളവ് കൂടുന്നതാണ്. അപ്പൊ ശരിക്കും അവിടെ ഡോപ്പമിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്, അവിടെ ഡോപ്പമിന്റെ റിസപ്റ്റേഴ്സ് കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് ഈ ഒരു സ്കീസോഫ്രീനിയ വരുന്നത്. മനസ്സിലായോ? എവിഡൻസ്, അതായത് സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പീപ്പിൾ വിത്ത് സ്കീസോഫ്രീനിയ ആർ നോട്ട് പ്രൊഡ്യൂസിങ് എക്സസീവ് ഡോപ്പമിൻ. കൂടുതലായിട്ട് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്, ബട്ട് ഇൻ ഫാക്ട് ഹാവ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്. ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് കൂടുതലാണ്. റിസപ്റ്റേഴ്സ് ഓർമ്മയുണ്ടോ? നമ്മുടെ ഇതൊരു ന്യൂറോന്റെ ടെർമിനൽ ബട്ടൺ, ഇതൊരു ന്യൂറോന്റെ ഡെൻഡ്രൈറ്റ്. ഇവിടെ നമുക്ക് ന്യൂറോൺ, ഇവിടെ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ ഇവിടെ സ്വീകരിക്കാനായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓർമ്മയുണ്ടോ റിസപ്റ്റേഴ്സ് ഒക്കെ? അതാണ് പറയുന്നത്. അപ്പൊ ആ റിസപ്റ്റേഴ്സ്, ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് കൂടുതലാണ്. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്കിനി ഈ ഒരു സെഷനിൽ അത് പഠിക്കാനില്ല. നമുക്ക് റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡെൻഡ്രൈറ്റിന്റെ അവിടെ എന്തുണ്ട്? ഏതാണോ ന്യൂറോ ട്രാൻസ്മിറ്റർ അതിന്റെ റിസപ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ആ റിസപ്റ്റർ, അതില് ഡോപ്പമിൻ റിസപ്റ്റർ കൂടുതലാണ്. Postmortem of people with schizophrenia have found to show that there are more D2 receptors in brain. അപ്പൊ ഈ സ്കീസോഫ്രീനിയ ഉള്ള ആളുകളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് D2 റിസപ്റ്റേഴ്സ് അവർക്ക് കൂടുതലാണ്. D2 എന്ന് പറയുന്നത് ഏതാ? ഡോപ്പമിന്റെ റിസപ്റ്റേഴ്സ് ആണ് D2 റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാതെ ഡോപ്പമിൻ കൂടുതലല്ല, ഡോപ്പമിന്റെ റിസപ്റ്റേഴ്സ് ആണ് എന്ത് കൂടുതലായിട്ട് കണ്ടത്. ഇനി അടുത്തത് ഗ്ലൂട്ടാമേറ്റ് ഹൈപ്പോത്തസിസ്. Glutamate is a excitatory neurotransmitter and its receptors are called NMDA receptors. Glutamate എന്നുള്ളത് excitatory neurotransmitter ആണ്. അതിന്റെ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് NMDA ആണ്. Deficits of glutamate are also found in post-mortem brains of patients with schizophrenia. ഇനി സ്കീസോഫ്രീനിയ ഉള്ള പേഷ്യൻസിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ അതിലെ ഗ്ലൂട്ടാമേറ്റിന്റെ അളവ് കുറയുന്നതായിട്ടാണ് കണ്ടെത്തിയത്. Thus, currently new drugs for schizophrenia have been designed to activate glutamate receptors. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? സ്കീസോഫ്രീനിയ ഉള്ള ആളുകൾ ഈ ഒരു ഗ്ലൂട്ടാമേറ്റിന്റെ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഡ്രഗുകളാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് മാറ്റാൻ പറ്റില്ല. ഇവരുടെ ഈ സ്കീസോഫ്രീനിയ ഉണ്ടല്ലോ, അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? അവരുടെ സിംറ്റംസ് കുറച്ച് കൊണ്ടുവരാം. അതിൽ കുറച്ചിങ്ങനെ എന്ന് വെച്ചാൽ അസുഖം മാറ്റമല്ല, ഒരു സിംറ്റംസിന്റെ അളവൊന്ന് കുറച്ച് കൊണ്ടുവരാം. അപ്പൊ അത്തരത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഗ്ലൂട്ടാമേറ്റിന്റെ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഡ്രഗുകൾ. ദ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ഗ്ലൂട്ടാമേറ്റ്. അപ്പൊ ഈ ഡോപ്പമിന്റെ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂട്ടാമേറ്റിന്റെ റിലീസ് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. Overall, it has been proposed that overactive dopaminergic system can lead to deficiency in glutamate, leading to underactivity of NMDA receptors. അപ്പൊ ഇവിടെ ശരിക്കും എന്താണ് നടക്കുന്നത്? ഡോപ്പമിൻ ഓവർ ആക്റ്റീവ് ചെയ്യുമ്പോൾ ഗ്ലൂട്ടാമേറ്റ് കുറയാണ്. അപ്പൊ ഡോപ്പമിൻ കൂടുന്നതും ഗ്ലൂട്ടാമേറ്റ് കുറയുന്നതും രണ്ടും കാരണമാണ്. അപ്പൊ ഗ്ലൂട്ടാമേറ്റ് കുറയാനുള്ള കാരണം അവിടെ ശരിക്കും എന്താണ്? ഓവർ ആക്റ്റീവ് ഡോപ്പമിനർജിക് സിസ്റ്റം ആണ്. അതായത് ഡോപ്പമിന്റെ റിസപ്റ്റേഴ്സ് അവിടെ ഓവർ ആക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഗ്ലൂട്ടാമേറ്റ് കുറയുന്നത്. അപ്പൊ ഗ്ലൂട്ടാമേറ്റ് കുറയുന്നതും ഒരു കാരണമാണ്. Can lead to deficits in glutamate leading to underactivity of NMDA receptors. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്ത് കുറയും? ഈ NMDA റിസപ്റ്റേഴ്സിന്റെ വർക്കിംഗ് അവിടെ കുറഞ്ഞു. കാരണം അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഗ്ലൂട്ടാമേറ്റ് അവിടെ കിട്ടുന്നില്ല. ഗ്ലൂട്ടാമേറ്റ് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? ഡോപ്പമിനർജിക് സിസ്റ്റത്തിന്റെ ഓവർ ആക്ടിവിറ്റി ആണ്. മനസ്സിലായോ? രണ്ടെണ്ണം, ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്, ഗ്ലൂട്ടാമേറ്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ ആണല്ലോ? പറയണോ ഒന്നുകൂടി? ഓക്കെ. ഇനി അടുത്തത് ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്. People with schizophrenia perform poorer than control individuals
ഓൺ നമ്പർ ഓഫ് ന്യൂറോ സൈക്കോളജിക്കൽ ടാസ്ക്. കണ്ടോ, കൺട്രോൾ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അപ്പോഴും ഇവരെന്താണ്, ഇവരുടെ പെർഫോമൻസ് കുറവാണ്. ന്യൂറോ സൈക്കോളജിക്കൽ ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് കുറവാണ്. ദേ ഹാവ് ബീൻ ഫൗണ്ട് ടു ഹാവ് സ്ലോവർ റിയാക്ഷൻ ടൈം, പുവർ സസ്റ്റൈൻഡ് അറ്റൻഷൻ ആൻഡ് പുവർ വർക്കിംഗ് മെമ്മറി. കണ്ടോ, എല്ലാത്തിലും കുറവാണ്. റിയാക്ഷൻ ടൈം കുറവാണ്. ഒരു റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര വൈകിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ സസ്റ്റൈൻഡ് അറ്റൻഷൻ കുറവാണ്, വർക്കിംഗ് മെമ്മറി ഒക്കെ കുറവാണ്. ദ സ്ട്രോങ്സ്റ്റ് ഫൈൻഡിങ് ഇൻ ദ ഏരിയ ഓഫ് ന്യൂറോ കൊഗ്നിഷൻ ആൻഡ് സ്കീസോഫ്രീനിയ ഹാസ് ബീൻ റിപ്പോർട്ടഡ് ത്രൂ ദി യൂസ് ഓഫ് എ സൈക്കോഫിസിയോളജിക്കൽ മെഷർ കോൾഡ് P50. അതായത് P50 എന്ന് പറയുന്ന ഒരു മെഷർ വെച്ചിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇൻ ദിസ് മെഷർ ദെൻ 2 ക്ലിക്സ് ആർ ഹെയർഡ് ഇൻ ക്ലോസ് സക്സഷൻ 50 milliseconds. The brain produces a positive electrical response to each click. In typical participants, the response to second click is less marked than first click, which is equal in schizophrenia. The implication of this finding is what, while a typical brain dampens responses to repeat sensory events, the brain of a person with schizophrenia is unable to. അതായത് എന്താണ് P50 പറയുന്ന ഒരു മെഷർ വെച്ചിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അവരുടെ അറ്റൻഷൻ കുറവാണ്. നേരത്തെ പറഞ്ഞല്ലോ, സസ്റ്റൈൻഡ് അറ്റൻഷൻ കുറവാണ്, വർക്കിംഗ് മെമ്മറി കുറവാണ്, അതൊക്കെ. ഇൻ ദിസ് മെഷർ വെൻ 2 ക്ലിക്സ് ആർ ഹേർഡ് ഇൻ ക്ലോസ് സക്സഷൻ, ഇങ്ങനെ ക്ലിക്ക് കൊടുക്കുകയാണ്, അതായത് ഒരു സൗണ്ട് പോലെ. ദ ബ്രെയിൻ, അതായത് 50 millisecondsലാണ് കേട്ടോ ഈ ഒരു 2 ക്ലിക്ക് വരുന്നത്. ഒരു ഡ്യൂറേഷൻ, അവരുടെ ഈ 2 സൗണ്ടുകൾ വരുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 50 milliseconds ആണ്. ദ ബ്രെയിൻ പ്രൊഡ്യൂസസ് എ പോസിറ്റീവ് ഇലക്ട്രിക്കൽ റെസ്പോൺസ് ടു ഈച്ച് ക്ലിക്ക്. ഓരോ ക്ലിക്ക് അടിക്കുമ്പോഴും നമ്മുടെ ചെവിട്ടിൽ കേൾക്കും. അപ്പൊ അവിടെ എന്താണ്, ഒരു ഇലക്ട്രിക്കൽ റെസ്പോൺസ് ഉണ്ടാവും. ഇൻ ടിപ്പിക്കൽ പാർട്ടിസിപ്പൻസ് ദ റെസ്പോൺസ് ടു സെക്കൻഡ് ക്ലിക്ക് ഈസ് ലെസ് മാർക്കഡ് ദാൻ ഫസ്റ്റ് ക്ലിക്ക്. സാധാരണ ഒരു പാർട്ടിസിപ്പന്റ്, ഇപ്പോ ഒരു കുഴപ്പമില്ലാത്ത ഒരാളിന്, ഇപ്പൊ വിസ്മയനെ ഈ ഒരു ക്ലിക്ക് കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, സെക്കൻഡ് ക്ലിക്ക് കുറവായിട്ട് തോന്നും. കാരണം എന്താ, നമുക്ക് ആ ഒരു അറ്റൻഷൻ ഉണ്ട്. ഒന്നിലോട്ട് ശ്രദ്ധിച്ച് പിന്നെ അടുത്തതിലോട്ട് വരുമ്പോൾ ആ ഒരു ക്ലിക്ക് കുറവായിട്ട് തോന്നും. ഫസ്റ്റ് click, which is equal in schizophrenia. The implication of this finding is that while a typical brain dampens responses to repeated sensory events, the brain of a person with schizophrenia is unable to. Schizophrenia ഉള്ള ആളുകൾക്ക് ഇത് എന്താണ്, ഇത് കണ്ടെത്താനായിട്ട് പറ്റില്ല. അതാണ് ഇവിടെ P50 വെച്ചിട്ട് മെഷർ ചെയ്തത്. അതായത് അവരുടെ സസ്റ്റൈൻഡ് അറ്റൻഷൻ കുറവാണ്, റിയാക്ഷൻ ടൈം സ്ലോവർ ആണ്, വർക്കിംഗ് മെമ്മറി കുറവാണ്. ഇതൊക്കെ കണ്ടെത്തിയത് ഈ ഒരു മെഷർ വെച്ചിട്ടാണ്, P50. അതായത് 50 milliseconds 2 ക്ലിക്കുകൾ അത് ക്ലിക്കുകൾ കൊടുക്കുക, എന്നിട്ട് അത് കേൾക്കുന്ന ഒരു റെസ്പോണ്ട്. അപ്പൊ അവിടെ ഇലക്ട്രിക്കലി നമുക്ക് അത് എന്ത് കിട്ടും, ഈ ഒരു റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി അടുത്തത് അത്രയും മതി, ബാക്കി നമുക്ക് നാളെ എടുക്കാം. അപ്പോ കുറച്ചധികം ഉണ്ട്. ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്. ഇപ്പൊ ജനറ്റിക് ഇൻഫ്ലുവൻസിൽ 4 വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫാമിലി, ട്വിൻ സ്റ്റഡി, അഡോപ്ഷൻ, മോളിക്കുലർ ജനറ്റിക്. പിന്നെ പ്രീനേറ്റൽ എക്സ്പോഷറിലെ വൈറൽ ഇൻഫെക്ഷൻ, RH ഇൻകോമ്പാറ്റബിലിറ്റി, പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻസ്, ഏർലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആൻഡ് മെറ്റേണൽ സ്ട്രെസ്. അതിലും 4 വരുന്നുണ്ട്. ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സിൽ ന്യൂറോ അനാറ്റമിക്കൽ ഫാക്ടേഴ്സ്, സ്പെസിഫിക് ബ്രെയിൻ ഏരിയാസ്, അങ്ങനെ 2 വരുന്നത്. ന്യൂറോ കെമിക്കലില് ഡോപ്പമിൻ 1, പിന്നെ ഗ്ലൂട്ടാമേറ്റ് 1, പിന്നെ ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, അങ്ങനെ 3. അപ്പോ 4, 4, 2, 3 അല്ലെ, 4, 4, 2, 3 അത്രയും ഫാക്ടേഴ്സ് നമുക്ക് കോസൽ ഫാക്ടേഴ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ബാക്കി നമുക്ക് നാളെ എടുക്കാം, ഇതേ ടൈം തന്നെ കേട്ടാ. 7:30 നമുക്ക് നാളത്തെ സെഷനിൽ ഈ ഒരു ചാപ്റ്ററും കൂടെ തീരും. മാം നോട്ട് തരുമോ? നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, ആപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. ആപ്പിലിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ. ആപ്പിൽ എവിടെയാണ്? ആപ്പില് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാ. ഈ കേരളയിലാണോ? ഗൂഗിൾ ഇതിലാണോ? ഗൂഗിളല്ല, ഗൂഗിളിലെ ക്ലാസ് റൂമിൽ കേട്ടാ, ക്ലാസ് റൂം ആപ്പിൽ. അതില് 3rd ഇയറിന്റെ ബാച്ചിലാണ് നിങ്ങൾ കിടക്കുന്നത്. അപ്പൊ അതില് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഫോൾഡറിലും എല്ലാതും ഉണ്ട് കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.